ഹായ് ഗൈസ്, ലോകരാജ്യങ്ങളെക്കുറിച്ചുള്ള അറിവുകളാണ് ഇന്ന് നമ്മൾ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത്. സ്കാൻഡിനേവിയൻ കൺട്രീസിനെ കുറിച്ചൊന്ന് പഠിച്ചാലോ? വെൽക്കം ടു ദ ചാനൽ. ഫൈവ് സ്കാൻഡിനേവിയൻ കൺട്രീസിലെ ഒന്നായ ഡെൻമാർക്കിനെ കുറിച്ചാണ് ഇന്ന് നമ്മൾ പറയുന്നത്. മറ്റു സ്കാൻഡിനേവിയൻ രാജ്യങ്ങളെക്കാൾ ചെറുതാണ് ഡെൻമാർക്ക്. ഡെൻമാർക്ക് മാത്രം എടുത്താൽ സ്വീഡന്റെ 10 വരൂ. നോർവേയിലുള്ളതിൻ്റെ ഇരട്ടി വരും ഡെൻമാർക്കിലെ ജനസംഖ്യ. ഇങ്ങനെയൊക്കെയാണെങ്കിലും ഡെൻമാർക്കിലെ ഫറോ ഐലൻഡും ഗ്രീൻ ഐലൻഡും മറ്റു 2 സവിശേഷതകൾ കൂടിയാണ്. പ്രകൃതി രമണീയവും മനോഹരവുമായ ഈ 2 ഐലൻഡുകൾ കൂടി കൂടിച്ചേരുമ്പോൾ ഡെൻമാർക്ക് വലിപ്പത്തിൽ മുൻപൻ തന്നെയാണ്. ഡെൻമാർക്കിന്റെ തലസ്ഥാനമായ കോപ്പൻഹേഗൻ സ്കാൻഡിനേവിയയിലെ ഏറ്റവും വലിയ നഗരമാണ്. മനോഹരമായ ഈ നഗരത്തിന് ഹാപ്പിയസ്റ്റ് സിറ്റി ഇൻ ദ വേൾഡ് എന്ന സവിശേഷത കൂടിയുണ്ട്. മനോഹരമായ ഈ നഗരം സന്ദർശിക്കാൻ ധാരാളം വിനോദസഞ്ചാരികളും ഇവിടെ എത്തിച്ചേരുന്നുണ്ട്. എല്ലാ രാജ്യത്തെയും പോലെ ഡെൻമാർക്കിനും നല്ലതും ചീത്തയുമായ ഫാക്ട്സുകളുണ്ട്. ഡെൻമാർക്കിൽ കുറഞ്ഞ സമയം വർക്കിംഗ് ടൈമും കൂടുതൽ സാലറിയുമാണ് മറ്റൊരു സവിശേഷത. ആഴ്ചയിൽ ഒഫീഷ്യൽ വർക്ക് ടൈം 37.5 മണിക്കൂർ മാത്രമാണ്. എങ്കിലും നൽകപ്പെടുന്നത് ഹൈ സാലറിയും. എന്നിരുന്നാലും ഡെൻമാർക്കിലേത് വളരെ മോശം കാലാവസ്ഥ തന്നെയാണ്. കുറച്ചു സമയത്തിനുള്ളിൽ പലതരം കാലാവസ്ഥയിലൂടെയാണ് ഡെൻമാർക്കിലുള്ളവർ കടന്നു പോകുന്നത്. ക്രൈമുകൾ കുറഞ്ഞ രാജ്യങ്ങളിൽ 5ാം സ്ഥാനമാണ് ഡെൻമാർക്കിനുള്ളത്. ഹൈ ടാക്സ് ഈടാക്കുന്ന ഈ രാജ്യത്ത് പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ, എഡ്യൂക്കേഷൻ, ഹെൽത്ത് കെയർ മുതലായവ ഇവർക്ക് ഫ്രീയും എഫിഷ്യന്റുമായി നൽകപ്പെടുന്നുണ്ട്. ക്ലീനസ്റ്റ് കൺട്രി എന്ന സ്ഥാനവും ഡെൻമാർക്കിനുണ്ട്. കൂടുതൽ വിവരങ്ങളുമായി അടുത്ത വീഡിയോയിൽ കാണാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. ബൈ.